നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ വലുതാവുമ്പോ എന്നെ മറക്കുവോ? ഇല്ല. ഇനി വലം വെച്ചോളൂ. മുതലാളി വന്നു. ഓടിക്കോടാ, വേഗം വേണം വരാൻ. ഓടിക്കോ. ഓടിക്കോ. നോക്കട്ടെ. അയ്യേ, ഇത് ചെറിയ മുറിവല്ലേ? ഇതിനാണ് ഇങ്ങനെ കരയുന്നത്. കരയണ്ടോ, പോട്ടെ. വാ, പോട്ടെ. ഒരു സ്വർണ്ണമാൻ. എന്തൊരു ഭംഗി അതിനെ കാണാൻ. ആ സ്വർണ്ണമാനിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. സീതാദേവി അത് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഇതാ പുറപ്പെടുന്നു. അപകടം സംഭവിച്ചിരിക്കുന്നു. സീതാദേവിയെ ലങ്കാധിപതിയായ രാവണൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ആ രാക്ഷസൻ പുഷ്പക വിമാനത്തിലാണ് ജ്യേഷ്ഠത്തിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്.
ഇത് വാങ്ങിക്കണം കേട്ടോ. ആ ശരി. ഡാ ഇത് പോയി മേടിച്ചിട്ട് വന്നേ. ആ. പൈസ ഉണ്ടോ കയ്യില്? ഇല്ല. ദാ ഇത് വെച്ചോ. ആ ശരി. ശരി. രാമകൃഷ്ണ രാജീവേ, ഹരിക്ക് എന്താ പറ്റിയേ? തലയ്ക്ക് ചെറിയ പൊട്ടലുണ്ട്. അവൻ ആരോടോ വഴക്കായെന്നാണല്ലോ പറഞ്ഞേ. ആരാത്? ആളാരാണെന്ന് മനസ്സിലായിട്ടില്ല. ഒരു മോമുടിയൊക്കെ ഇട്ട ആളാ. മുഖംമൂടിയിട്ട ആളോ? അങ്ങനെ ആരാടാ ഹരിയെ ദ്രോഹിക്കാൻ? ഏതോ ഒരു പെൺകുട്ടിയെ ആക്രമിക്കാൻ വന്നപ്പോ ഹരി ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോ പറ്റിയതാണെന്നാ പറഞ്ഞേ. അടിയെന്ന് വെച്ചാ എന്തടിയായിരുന്നു? ഞങ്ങളാണെ പേടിച്ചുപോയി. ഹരി അവനെ കൊല്ലുമെന്നാ വിചാരിച്ചേ. അയ്യോ, അതെ, ഇത് സ്ഥിര ഏർപ്പാടല്ലേ. പെൺകുട്ടികൾക്ക് ഇവിടെ സമാധാനത്തോടു കൂടി നടക്കാൻ പറ്റുമോ? മോനെ, ഡോക്ടർ എന്താ പറഞ്ഞേ? ഞാൻ വന്നപ്പോ തന്നെ ഡോക്ടറെ കാണാൻ ശ്രമിച്ചതാ. അല്പം കഴിയട്ടെന്നാ പറഞ്ഞത്. എടാ, അവന് കാര്യമായിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് മനസമാധാനം ഇല്ലാത്തോണ്ട് ചോദിക്കുക. കണ്ട നിലയ്ക്ക് ഇവര് പറയുന്നത് തലയ്ക്ക് ചെറിയൊരു പൊട്ടലുണ്ടെന്നാ പറയുന്നത്. അയ്യോ എന്റെ ദേവിയെ, ഒരപകടം കഴിഞ്ഞിട്ട് ഒരുപാട് നാളൊന്നും ആയില്ലല്ലോ. വീണ്ടും ഓരോന്ന് സംഭവിക്കുകയാണല്ലോ. അല്ല, ഈ ഹരിയുടെ ആൾക്കാരാണോ നിങ്ങള്? ഞാൻ അവന്റെ അമ്മാവനാ. ഡോക്ടറെ, എന്താ അവസ്ഥ? നിങ്ങളിങ്ങനെ പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുറിവ് വളരെ ചെറുതാണ്. കുറച്ചു കാണുമ്പോൾ ഹരിയുടെ തലക്കൊരു മുറിവുണ്ടായിരുന്നല്ലോ. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. സോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വിടാം. ഈശ്വര, എന്റെ മോന് ഒന്നും സംഭവിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഇന്നത്തെ ദിവസം കിടക്കേണ്ടി വരും. അതൊന്നും സാരമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അവന് ഒരു കുഴപ്പവും ഉണ്ടാവരുത്. നമുക്ക് നോക്കാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ ഡോക്ടറെ, എനിക്ക് അവനൊന്ന് കാണാൻ. കുറച്ചുകൂടി കഴിയട്ടെ, ഇവരൊന്ന് വിളിച്ചോളൂ. അതെ രാമകൃഷ്ണേട്ടാ, ടെൻഷൻ ആവണ്ട. അവനൊന്നും സംഭവിക്കില്ലെന്നേ. ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചല്ലേ. അവനൊന്നും സംഭവിക്കില്ലെന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.